ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും MG പ്രതീഷ് കൂടി തത്സമയം ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രതീഷിനോട് ചോദിക്കാം. പ്രതീഷ്, അവിടെ ഇപ്പോൾ യോഗത്തിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കാൻ കൗൺസിലർമാരെല്ലാം എത്തിച്ചേരണം എന്ന നിർദ്ദേശം നൽകി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ R. ശ്രീലേഖ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ ഈ യോഗത്തിൽ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിൽ എങ്ങനെ ഏത് രീതിയിലാണ് വോട്ട് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും അജണ്ട ഈ യോഗത്തിനുണ്ടോ? ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇന്നിപ്പോൾ ജില്ലാ നേതാക്കൾ നേരിട്ട് R. ശ്രീലേഖയെ വീട്ടിലെത്തി കണ്ടു എന്നുള്ളതാണ്. ഒരു അനുനയത്തിന്റെ കാര്യമല്ലെങ്കിൽ കൂടി ഈ പേര് ഉയർന്ന് കേട്ടിരുന്നു മേയർ സ്ഥാനത്തേക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പോലും R. ശ്രീലേഖ വരുന്നില്ല, ആ പേര് വരുന്നില്ല എന്ന വിവരങ്ങൾ കൂടി കേൾക്കുന്നു. എന്താണ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, പ്രതീഷ്? പ്രജിൻ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് നമുക്ക് BJP നേതാക്കളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. പക്ഷേ അത് R. ശ്രീലേഖയാണോ VV രാജേഷാണോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ കൃത്യമായൊരു സൂചന പുറത്തു വരുന്നില്ല. ഈ നേരത്തെ R. ശ്രീലേഖയുടെ പേരാണ് സജീവമായി തന്നെ ഈ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുകയും സജീവ പരിഗണനയിൽ വന്നതും. പക്ഷേ ഈ കൗൺസിലർമാരുടെയും BJP സംസ്ഥാന നേതാക്കളുടെയും ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഭിന്നതകൾ ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ അവസാന നിമിഷവും തിരക്കിട്ട ചർച്ചകൾ ഈ BJP നേതൃത്വം നടത്തുന്നത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് കൗൺസിലർമാരുടെ യോഗം BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചത്. അല്പസമയം മുമ്പ് ആ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ കൂടി പങ്കെടുക്കാനാണ് R. ശ്രീലേഖ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ R. ശ്രീലേഖ മേയർ ആകുമെന്ന കാര്യത്തിൽ ഇന്ന് രാവിലെയും വലിയ സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ ഈ VV രാജേഷിനായി സമ്മർദ്ദം BJPയിൽ കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ BJPയുടെ ആദ്യത്തെ മേയറായി VV രാജേഷ് വരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അതിൽ ആ ഒരു സമ്മർദ്ദം ഇപ്പോഴും BJP സംസ്ഥാന നേതൃത്വത്തിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നത്. കാരണം ഇനി നാളെയാണ് ഈ തിരഞ്ഞെടുപ്പ്, നാളെ 10:30 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഇതാര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പുറത്തു വരുന്നില്ല. ആ തീരുമാനം ഇങ്ങനെ വൈകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ നമുക്ക് VV രാജേഷാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ പോലും, അങ്ങനെയാണോ? പ്രജിൻ, തീർച്ചയായും ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അതിലൊരു സ്ഥിരീകരണം ഇനിയും പുറത്തു വരാനുണ്ട്. പക്ഷേ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ R. ശ്രീലേഖയുടെ പേരാണ് ഉയർന്നു വന്നതെങ്കിൽ ഇന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് VV രാജേഷിന് മുൻതൂക്കം ഉണ്ട് എന്നതാണ്. VV രാജേഷിന് വേണ്ടി കൂടുതൽ നേതാക്കൾ കൂടുതൽ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വാദിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായി വരാനുള്ള സാധ്യത ഏറിയിട്ടുണ്ട്. അല്പസമയത്തിനകം അല്ലെങ്കിൽ അതിന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ഡൽഹിയിലാണ്. അദ്ദേഹം കേന്ദ്ര നേതൃത്വവുമായി ഇക്കാര്യം ചർച്ച നടത്തിയിട്ടുണ്ട്. RSSന്റെ കൂടി ഒരു പിന്തുണ VV രാജേഷിന് ഉണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ആ VV രാജേഷ് എന്ന പേരിലേക്ക് എത്തും. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖറിന് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ പരിഗണന നൽകിയ ഒരു പേര് R. ശ്രീലേഖയുടേതാണ്. പക്ഷേ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതീക്ഷ അന്തിമമായ ചർച്ചകളിലേക്ക് എത്തിയിട്ടുണ്ട്. തീരുമാനം വരാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.